ഇന്ന് എനിക്ക് എഫ് ബിയിൽ കണ്ടതിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചതും എനിക്ക് അഭിനന്ദിക്കാൻ തോന്നിയതുമായിട്ടുള്ള ഒരു പോസ്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടുമാണ്. നമ്മുടെ മന്ത്രി ശിവൻകുട്ടി സാർ വരെ അഭിനന്ദിച്ച കാര്യമാണ്. തലശ്ശേരി ഒ ചന്തുമേനോൻ സ്മാരക വലിയ മാടവിൽ സ്കൂളിലെ അഹാൻ അനൂപ് എന്ന് പറയുന്ന 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എക്സാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ചോദിച്ചപ്പോൾ അതിനെഴുതിയ ആൻസർ ലെമൺ വിത്ത് സ്പൂൺ ആ ഒരു കളിയാണ്. അതിൻ്റെ നിയമാവലി എഴുതാൻ പറഞ്ഞപ്പോൾ അവൻ കൃത്യമായിട്ട് ഓരോ പോയിൻ്റായിട്ട് എഴുതി ലാസ്റ്റ് എഴുതിയ ആ ഒരു പോയിന്റ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. എനിക്കും ഉണ്ട് 3 മക്കൾ, ഞാനും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തൊരു കാര്യം തന്നെ. പക്ഷെ എന്നിരുന്നാൽ കൂടി ആ എക്സാമിന് എന്തായാലും എൻ്റെ മോൾ എഴുതുമെന്നൊന്നും എൻ്റെ മക്കൾ എഴുതുമെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. പക്ഷെ അതവൻ മറക്കാതെ ആ കുട്ടി എഴുതിയത്, അതായത് എഴുതിയത് നിങ്ങളെല്ലാവരും വായിച്ചു കാണുമായിരിക്കും. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്. ശരിക്കും പറഞ്ഞാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഞാനത് രാവിലെ എഫ് ബിയിൽ കണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും 24 ന്യൂസിൽ അരുണും അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. അതിനകത്ത് വന്ന കമൻറ്റുകളൊക്കെ ഒന്ന് കാണുമായിരുന്നു. അതായത് അവർ ആ കുട്ടിയെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ പാരൻസിനെ ആണെന്നുണ്ടെങ്കിലും അത്രമാത്രം അഭിനന്ദിച്ച് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമ്മൾ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ കൂടിയും ആ മക്കൾ ആ മോൻ അത് മറക്കാതെ എഴുതിയത് എനിക്കിത് ഭയങ്കരമായിട്ട് എനിക്കിന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ മക്കളെടുത്ത് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൂത്ത മോളെടുത്ത്, അവളിപ്പോൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ അവളുടെ അടുത്ത് ജസ്റ്റ് ചോദിച്ച്, അപ്പം ഞാൻ ഈ ഒരു കളിയുടെ കാര്യം തന്നെ പറഞ്ഞത്, ലെമൺ വിത്ത് സ്പൂണിൻ്റെ കാര്യം ഓരോ പോയിൻ്റായിട്ട് പറയാൻ പറഞ്ഞു. ഞാനും കൂടെ പറഞ്ഞു കൊടുത്ത് ഏകദേശം പോയിൻ്റൊക്കെ പറഞ്ഞ് ഒരു 3-4 പോയിൻ്റ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത്രയും നിനക്ക് പറയാനുള്ള, ഇത്രയും നിനക്ക് പറയാനുള്ള, വേറൊന്നും നീ എഴുതൂലീന്ന് ചോദിച്ചു. അങ്ങനെ അവൾ കുറേ നേരം ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഞാൻ പിന്നെ എന്തെങ്കിലും എഴുതണം അഥവാ എന്തെങ്കിലും തെറ്റെങ്ങാനും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറ്റം പറയരുതെന്ന് അത് ഞാൻ കുറേ തവണ ചോദിച്ചിട്ടാണ് അവൾ പറഞ്ഞത്. അപ്പം എന്നിട്ട് ഞാൻ അവളുടെ അടുത്ത് സമ്മതിച്ചു കൊടുത്തില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് അവളെ വിളിച്ച് എനിക്കത് ഒന്നും കൂടെ അവൾക്കതൊന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ എന്തായാലും അവളെ വിളിച്ചിട്ടൊന്ന് അതൊന്ന് ചോദിച്ചു നോക്കാം. നീ ഇപ്പം എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എക്സാം ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എക്സാമിന് വരുന്ന ഒരു ചോദ്യം, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം അത് കളി ഏതാണെന്നുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളി, അതിൻ്റെ നിയമാവലി, അതായത് ഏതെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയും അതെങ്ങനെയാണെന്നുള്ള കളിയുടെ എന്തൊക്കെ നിയമങ്ങളാണ് നമ്മൾ പാലിക്കാനുള്ളതെന്നുള്ളത് പോയിൻ്റായിട്ട് നീ പറയണം. അപ്പം ഇപ്പം ഓണത്തിനൊക്കെ നമ്മൾ കളിക്കുന്നതാണെങ്കിൽ ഈ വർഷം ഉണ്ടായിരുന്ന അതോ കഴിഞ്ഞ വർഷം നീ വന്ന് പറഞ്ഞതാണായിട്ടാണ് എനിക്ക് കഴിഞ്ഞ വർഷം സ്പൂണും നാരങ്ങയും വെച്ചിട്ടുള്ളൊരു കളിയുണ്ട്, അറിയാം. അപ്പം അതിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കളി പറയാൻ നീ അതിനെപ്പറ്റി 5 സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞാൽ നീ 5-6 സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞാൽ നീ എന്തൊക്കെ എഴുതും? അതിൻ്റെ ഒരു നിയമാവലി ഒന്ന് പറഞ്ഞാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടിയുള്ള കാര്യം എന്നുള്ളത്. ഞാനും കൂടെ സഹായിക്കാം. അപ്പം ഏതൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് അത് കളിക്കാനുള്ളത്? ലെമൺ ആൻഡ് സ്പൂൺ, സ്പൂണും നാരങ്ങയും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കളി കളിക്കാനുള്ളത്. അത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം. സെക്കൻഡ് പോയിന്റ് എത്ര? ഇതിനകത്ത് എത്ര പേര് കളിക്കാൻ? 5-6 ഒക്കെ പേര് വേണം. നമ്മുടെ സ്കൂളിൽ 4-5 വെച്ചിട്ടാണ്. അപ്പോൾ 4-5 വെച്ചിട്ടാണ്, അതൊരു പോയിന്റാണ്. അടുത്തൊരു പോയിന്റ്, നമ്മൾ എങ്ങനെയായിരിക്കും നിർത്തുന്നത്? ഇങ്ങനെ വര വരച്ചിട്ട് ഈ ചോക്ക് വെച്ച് അടയാളപ്പെടുത്തും. അതൊരു പോയിന്റായിട്ട് നമുക്ക് പറയാം. അതായത് ഇപ്പം എന്തുവാണ്, ആ ഒരു ലൈനിന്റെ വെളിയിൽ പോകാതെ വേണം ഫിനിഷിംഗ് പോയിന്റിൽ എത്താനുള്ളത്. ഇനി അഥവാ അടുത്ത പോയിന്റ് എഴുതുമ്പോൾ അഥവാ ഇനിയിപ്പോൾ നമ്മളെ നാരങ്ങ തറ വീഴണമെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണം? എടുത്ത് വെക്കാം. ചിലതിൽ അങ്ങനെ ഉണ്ട്, ചില ആൾക്കാർ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. സ്പൂൺ എടുത്ത് ലെമൺ എടുത്ത് വീണ്ടും സ്പൂണിനകത്ത് വെച്ചിട്ട് നടക്കാം. അപ്പം ഇതെന്തരാണ്, ആദ്യം ആരാണോ നടന്നെത്തുന്നത് അവരായിരിക്കും വിജയി. അപ്പൊ ഈ ഒരു പോയിന്റായിട്ട് നീ എഴുതേണം. ഇത്രയും പോയിന്റ് എഴുതിയിട്ട് നിനക്ക് എന്തെങ്കിലും പോയിന്റ് ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു കേട്ടാ, ഇത് എങ്ങനെയാണ് കളിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവളെ ഏകദേശമൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്ന്, ഇങ്ങനെ ഇത്രയും വൃത്തിയായിട്ടല്ല പറഞ്ഞു തന്നത്. ലെമൺ സ്പൂൺ വെച്ചിട്ടാണ് കളിക്കുന്നതെന്നും പിന്നെ തറയിൽ ഞാനാണ് പറഞ്ഞത് തറയിൽ വീണാലും പിന്നെ എടുത്ത് വെക്കാന്നുള്ളതൊക്കെ കാര്യം. പിന്നീട് അങ്ങനെയുള്ള കുറച്ച് പോയിന്റുകൾ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചു, നിനക്ക് ഇത്ര മാത്രമേ പറയാനുള്ള, ഇതിൽ കൂടുതൽ നിനക്കൊന്നും പറയാനില്ലെന്ന് ചോദിച്ചു. അങ്ങനെ 2-3 വട്ടം പറഞ്ഞപ്പോഴത്തേക്കും അവൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. എന്തെന്നാണ്? അതൊന്നുമല്ല, അവസാനത്തെ പോയിന്റ്. അവസാനം ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ നീ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, എന്തരായിരുന്നത്? അതല്ല, പോയിന്റ് ഒന്നും ഇങ്ങനെ അല്ല പറഞ്ഞത്. എന്തുവാണ്? കളിയാക്കരുത്,
തോൽക്കുന്ന ആളെ കുറ്റം പറയരുതെന്ന് അങ്ങനെ എന്തോ കണ്ടേ പറഞ്ഞു. അത് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് കുറേ തവണ ചോദിച്ചു, നിനക്ക് അത്ര പോയിന്റ് ഉള്ള എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവളിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പം മോള് പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ, അങ്ങനെ ഏതൊരു കാര്യത്തിനായിരുന്നാലും. പക്ഷെ ആ മോൻ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് കേട്ടാ, 3ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചാണ്, അഹാൻ അനൂപ് എന്നാണ് ആ മോൻ്റെ പേര്. അവൻ ഈ ഒരു നിയമാവലി, ഈ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ട് ലാസ്റ്റ് അവൻ എഴുതിയ ആ ഒരു പോയിന്റ് ഉണ്ട്, ജയിക്കുന്നവര് തോൽക്കുന്നവരെ കളിയാക്കരുത് എന്നുള്ള പോയിന്റ്. അത് എത്രമാത്രം ആ മോൻ ആലോചിച്ചിട്ടായിരിക്കും എഴുതിയിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കിക്കാണ്. നീ ആയിരുന്നെങ്കിൽ എക്സാമിനായിരുന്നെങ്കിൽ എഴുതുമായിരുന്ന? ഇല്ല, ഒരിക്കലും എഴുതൂലായിരുന്നു. ഇതിപ്പോൾ ഞാൻ കുത്തി കുത്തി ചോദിച്ചു, നിനക്ക് അത്രേ പറയാനുള്ള എന്ന് ചോദിച്ചപ്പോഴാണ് നീ അത് പറഞ്ഞത്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ഉള്ള ഒരു കൊച്ചു, ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ എത്രമാത്രം ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണെന്നുള്ളത് നോക്കണം. ആ പാരൻസ് പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ്. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും, ഇപ്പം അഥവാ ഇവർ സഹോദരങ്ങളാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയും, ഏതൊരു കാര്യത്തിനായിരുന്നാലും കളിയാക്കരുത് മക്കളെ, അങ്ങനെ ചെയ്തുകൂടാന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവളൊരിക്കലും എക്സാമിന് എഴുതൂല, അതെനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പം ഇത് പറയാനുള്ള ഇതാണ് മക്കളെ, ഈ ഒരു കാര്യത്തിനെന്നല്ല, ഏതൊരു കാര്യത്തിനായിരുന്നാലും നമ്മൾ എന്തോ ചെയ്യരുത്, ആരെയും കുറ്റം പറയരുത്, കളിയാക്കരുത്. ചിലപ്പോൾ നിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, നിങ്ങൾ ഒരുമിച്ച് കളിക്കുമ്പോഴത്തേക്കും ആയിരിക്കും എന്തോ ചെയ്യുന്നത്, അവൾ ചിലപ്പോൾ തോറ്റു പോവേ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ലോ ആയി പോവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ അതിനകത്ത് കയറി കുറ്റം പറയരുത്. അതിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാൻ തോന്നിയത്.